ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇതിന് മുൻപുള്ള പുൽവാമ തീവ്രവാദ ആക്രമണം, അതിനുശേഷം നമ്മൾ കൈക്കൊണ്ട ഒരു രീതിയുണ്ടായിരുന്നു. ബാലക്കോട്ടിൽ നമ്മൾ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ തന്നെയും അവർ നമുക്കുണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങളെക്കാളും കൂടുതൽ നഷ്ടങ്ങൾ പാകിസ്ഥാന്റെ മുകളിൽ നമുക്ക് ഉണ്ടാക്കി വെക്കുവാൻ കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. അതൊരിക്കലും അത് സംഭവിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അപ്പൊ നമുക്കുള്ള ഒരു വിജയം, ഈ പാകിസ്ഥാൻ എത്ര വർഷമായിട്ട് നമ്മളുടെ മേൽ ഇതുപോലുള്ള തീവ്രവാദ പ്രോക്സി വാർ എന്ന് പറയാം. പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നേരിട്ടുള്ള യുദ്ധമല്ല. പാകിസ്ഥാന്റെ ആർമി നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നതല്ല. പക്ഷേ പാകിസ്ഥാൻ ഈ പറഞ്ഞ മെർസനറീസ് എന്ന് പറയും, അവരുടെ കൂലി, നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ അവരുടെ കൊട്ടേഷൻ ഗ്യാങ്സിനെ വെച്ചു അല്ലെങ്കിൽ അതുപോലുള്ള കൂലി കൊലയാളികളെയൊക്കെ വെച്ചിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതല്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, ഏത് കൊലപാതകമായാലും ശരി, നമ്മൾ ഡയറക്റ്റ് ചെയ്യാതെ നമ്മൾ കൂലിക്കെടുത്തിട്ട് ഈ പ്രവൃത്തി ചെയ്യുക. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോക്സി എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് പകരം അപ്പം ചെയ്തതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പാണ്. നേരിട്ട് ആ രാജ്യത്തിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമദൃഷ്ട്യാ പങ്കൊന്നുമില്ല. അല്ലെങ്കിൽ നേരിട്ട് ആ വ്യക്തിക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഥമദൃഷ്ട്യാ പങ്കില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയുടെ കാശ്മീരിൽ ഉൾപ്പെടെയുള്ള മറ്റു പല ഭാഗങ്ങളിലും നടന്നു വന്നിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന്റെ മേൽനോട്ടത്തിലാണ് ദശാബ്ദങ്ങളായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുൽവാമ നമ്മളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നത്. കാരണം നമ്മളുടെ 40-ൽ പരം CRPF ജവാന്മാരെയാണ് ആ തീവ്രവാദ ആക്രമണത്തിൽ കൊല ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് 40-ൽ പരം നമ്മളുടെ ഫോർമൽ മിലിറ്ററി പീപ്പിൾ എന്ന് പറയുന്ന അത്ര ആൾക്കാർ നമുക്ക് നഷ്ടമായി. അതൊരു വാർലൈക്ക് സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞത്. ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ തിരിച്ച് നമുക്ക് അത്രയും ശക്തമായിട്ടുള്ള നമ്മൾ അതിനുശേഷം ബലൂചിസ്ഥാനിലും പാകിസ്ഥാനിലും മറ്റ് ഭാഗങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ശക്തമായിട്ടുള്ള പാകിസ്ഥാന്റെ വേർഷനാണ്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയാണ് അതിനകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് ഒരിക്കലും ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ ഭരണകൂടം, മറ്റു ഭരണകൂടങ്ങൾ ഒരിക്കലും സമ്മതിക്കാത്ത പോലെ തന്നെ, പാകിസ്ഥാനെതിരെ സമ്മതിക്കാത്ത പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? ഈ കഴിഞ്ഞ മാസം അവിടെ ഉണ്ടായിട്ടുള്ള ജാഫർ എക്സ്പ്രസ് ട്രെയിനിന്റെ ഹൈജാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എൻ്റെ പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഇന്റലിജൻസ് റോ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടമാണ് എന്നൊക്കെ അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയുന്നതല്ല, നമുക്ക് കൃത്യമാണ്. കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ ഇന്ത്യ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ പാകിസ്ഥാനാണ് അതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ബിഹൈൻഡ് ദ കർട്ടനിൽ നിന്നിട്ട് അതിനെല്ലാം നിയന്ത്രിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മാത്രമേ പാകിസ്ഥാനുള്ളൂ. ഇപ്പോൾ ചൈന, തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു കോമ്പിനേഷൻ നമുക്ക് അതിനകത്തിൽ കാണാൻ പറ്റും. ബാംഗ്ലാദേശ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം ഏറെക്കുറെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇന്ത്യക്ക് നേരത്തെ പാകിസ്ഥാനെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വലിയൊരു ലാർജർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പവർഫുൾ കോമ്പിനേഷൻ നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനയുടെ ശക്തി നിലനിൽക്കുമ്പോൾ, ചൈന ഒരു ഇക്കണോമിക് പവറാണ്, അത്യാവശ്യം മിലിറ്ററി പവറാണ്, അവർ പ്രൂവ് ചെയ്തിട്ടില്ല എന്നാൽ തന്നെയും. അപ്പോൾ അവർ പാകിസ്ഥാനെ, ബംഗ്ലാദേശിനെയൊക്കെ
വളരെയധികം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മിലിറ്ററിയെ മോഡേണൈസ് ചെയ്യുകയും കൂടുതൽ ആയുധങ്ങൾ, നമ്മൾ നേരത്തെയുള്ള വീഡിയോയിലും റിപ്പോർട്ടിലൊക്കെ പറഞ്ഞാണ്, പാകിസ്ഥാൻ മേടിക്കുന്ന ആയുധങ്ങളുടെ ഏകദേശം 80%-ലേറെ ചൈനയുടെ ആയുധങ്ങളാണ് ശരിക്കും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് അത്രമാത്രം സ്വാധീനമാണ് പാകിസ്ഥാന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് മേലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്, അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭരണകൂടത്തിന്റെ മുകളിലുള്ള സ്വാധീനം അത്രമാത്രമാണ്. ഇത്രയും കൂടുതൽ ആയുധങ്ങൾ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ ദയാവായ്പിലോ അല്ലെങ്കിൽ ചൈനയുടെ കനിവിലോ ഒക്കെയാണ് പാകിസ്ഥാൻ നിലനിൽക്കേണ്ടത്. ചൈനയ്ക്ക് വേണ്ടി അവർ പറയുന്ന ഏത് വിടുപണിയും ഏത് രാജ്യത്തിനെതിരെ ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് ഇപ്പോൾ ചൈന ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഈ പഹൽഗാമിലെ ശരിക്കും പറഞ്ഞുള്ള തീവ്രവാദി ആക്രമണം അത് പാകിസ്ഥാനാണ് ചെയ്തതെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും പാകിസ്ഥാൻ ചെയ്തത് ചൈനയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് ലോകത്തിലെ എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ ഭരണകൂടം അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ കാലത്തിനുള്ളിൽ, എന്നുവെച്ചാൽ അധികം മുമ്പോട്ട് പോകാതെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഇനിയിപ്പോൾ തെളിവുകൾ നമ്മളുടെ ഭരണ സംവിധാനത്തിന്റെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ തീർച്ചയായിട്ടും പുറത്തുവിടത്തില്ലായിരിക്കുന്നത്. വളരെ പരിക്കുകളില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഡാറ്റ മാത്രമേ ഭരണ സംവിധാനങ്ങൾ എപ്പോഴും പുറത്തുവിടത്തുള്ളൂ. അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് പിന്നെ അധികം സീക്രട്ടീവ് അല്ലാത്ത അല്ലെങ്കിൽ രഹസ്യാത്മകമല്ലാത്ത വിവരങ്ങൾ മാത്രമേ അവർ പുറത്തുവിടത്തുള്ളൂ. ഒരിക്കലും ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും പറയത്തില്ല ചൈന ഇതിനകത്തുണ്ടെന്നുള്ളത്. അത് 100% ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയാലും ശരി, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും ശരി, ഒരിക്കലും ചൈന ഇതിനകത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ ചൈന ഇതിനകത്തിലുണ്ടെന്ന് ഒരിക്കലും ഒരു ഭരണ സംവിധാനം പറയത്തില്ല. പറയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അത് നമ്മൾ ചൈനയെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല, അത് അങ്ങനെയാണ് നമുക്ക്. അപ്പം നമ്മൾ പാകിസ്ഥാനാണെന്ന് പറയും, 100% നമ്മൾ പറയും, ആവർത്തിച്ച് നമ്മൾ പറയും. കാരണം പാകിസ്ഥാനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇൻവോൾവ്മെൻറ്റ് അവർക്ക് നടത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും അവരതിനെ ഉപയോഗപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള സൂത്രധാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് പറയാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് സാധിച്ചെടുക്കാനില്ല. പക്ഷേ ചൈനയ്ക്ക് ഒത്തിരി അവർക്ക് നേട്ടങ്ങളുണ്ട്. കാരണം ഇന്ത്യ വളർന്നു വരുന്ന ശക്തിയാണ്. ചൈനയ്ക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിലെ അവസരങ്ങളെല്ലാം തട്ടിയെടുക്കുവാനോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുവാനും സാധ്യതയുള്ള ഒരു രാജ്യം ആയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിന് വികാരം സൃഷ്ടിക്കുക എന്നുള്ളത് ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇതിനകത്തിൽ ഡയറക്റ്റായിട്ടുള്ള 100% ഇൻവോൾവ്മെൻറ്റും അല്ലെങ്കിൽ റോളും ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതെന്തായാലും ശരി. അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്കിൻ്റെ നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ത്യ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ പല മേഖലകളിൽ പല രീതിയിൽ ഡിപ്ലോമാറ്റിക്കായിട്ടും അതായത് മിലിറ്ററി LOCയിലും അല്ലെങ്കിൽ അതിർത്തിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ഒക്കെ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള മീഡിയ റിപ്പോർട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിജയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിക്ടറി അല്ലെങ്കിൽ ഒരു ഗെയിൻ നമുക്കുണ്ടായിട്ടുണ്ടോ, നഷ്ടങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ അറിയത്തില്ല നമുക്ക്. കാരണം തീർച്ചയായിട്ടും ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കാരണം മീഡിയ റിപ്പോർട്ടുകളൊന്നും അങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീഡിയാസ് ആയാലും തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ആക്രമിക്കും, നാളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, മറ്റന്നാൾ ആക്രമിക്കും. അവിടെ ചർച്ച, നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചർച്ച നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടക്കുകയാണ്. അജിത് ഡോവൽ ഇങ്ങനെ പറഞ്ഞു, രാജ്നാഥ് സിംഗ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഗിമിക്സ് മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ മീഡിയാസിൽ, പ്രത്യേകിച്ച് നാഷണൽ മീഡിയാസിലോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആർക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. ഇന്ത്യയുടെ ശരിക്കുള്ള ആക്ഷൻ പ്ലാൻ എന്താണെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോളിസി ഈ ഒരു തീവ്രവാദ ആക്രമണം പാകിസ്ഥാനെതിരെ കൃത്യമായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡിപ്ലോമാറ്റിക് ലെവലിലും മറ്റ് വ്യാപാര, ട്രേഡ്, ഇക്കണോമിക് ഇതുപോലുള്ള പോളിസിയുടെയൊക്കെ തരത്തിലൊക്കെ നമ്മൾ ചില നയങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇമ്പോർട്ടുകളും നിർത്തിവെച്ചു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രേഡ് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യ ബാൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പോർട്ട് എന്നല്ല, അവിടുന്ന് അവർ ഇങ്ങോട്ട് കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള
ഇറക്കുമതിയും നമ്മൾ ബാൻ ചെയ്തു. അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മാസം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മളുടെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്, അതായത് അട്ടാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്, അതായത് നമ്മൾ അതിർത്തി കടന്നിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ നമ്മൾ അടച്ചിരുന്നു. അപ്പോൾ ആ അടച്ചതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് വരുന്ന എല്ലാ തരത്തിലുള്ള ട്രേഡും സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ബാൻ ഇമ്പോർട്ട് ഫ്രം പാകിസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം നമുക്ക് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പം അമേരിക്ക ആയാലും ശരി, നമുക്കറിയാം അമേരിക്ക യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ അവർ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള പിന്നെ മറ്റ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ നയങ്ങളും പ്രാവർത്തികമാക്കിയിട്ടാണ്. ആദ്യം തന്നെ നമുക്കറിയാം ഇക്കണോമിക് സാങ്ഷൻ ഏർപ്പെടുത്തും. ഇക്കണോമിക് സാങ്ഷൻ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. ഇപ്പോൾ ഇറാനെതിരെ ആയാലും ശരി, പണ്ട് ഇറാഖിനെതിരെ ആയാലും ശരി, അല്ലെങ്കിൽ ഈവൻ ചൈനയ്ക്കെതിരെ ആയാലും ശരി. ചൈനയ്ക്കെതിരെ ഇപ്പോൾ നമ്മൾ കാണുന്ന ചൈനയ്ക്കെതിരെ അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്കണോമിക് സാങ്ഷൻ ഏർപ്പെടുത്തുന്നില്ല. അതിന് പകരം വ്യാപാര യുദ്ധം എന്ന് പറയുന്ന ട്രേഡ് വാർ അല്ലെങ്കിൽ ടാരിഫ് വാർ ഏർപ്പെടുത്തുന്നു. റഷ്യക്കെതിരെ ഇക്കണോമിക് സാങ്ഷൻ ഏർപ്പെടുത്തുന്നു. ആ ടോട്ടൽ ഇക്കണോമിക് സാങ്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയായിട്ട് ബന്ധമുള്ള യാതൊരു രാജ്യവുമായിട്ടോ ഈ പറഞ്ഞ രാജ്യത്തിന് യാതൊരു രീതിയിലുള്ള വ്യാപാരവും നേരിട്ട്, ഡയറക്റ്റായിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട്, ലെജിറ്റിമേറ്റ് ആയിട്ട്, നിയമപരമായിട്ട് അവർക്ക് നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും രാജ്യം ഈ പറഞ്ഞ രാജ്യമായിട്ട് അവർ ട്രേഡ് നടത്തുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിനെതിരെ അമേരിക്ക സെലക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഇച്ചിടെ വ്യാപകമായിട്ടൊക്കെ ഉള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പണ്ട് ഇറാഖിനെതിരെയുള്ള യുദ്ധത്തിന് മുമ്പും ഇറാഖിനെതിരെ ഇക്കണോമിക് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും വരിഞ്ഞ് മുറുക്കി കെട്ടി ആ രാജ്യത്തിന് ഒരു രീതിയിലുള്ള നിലനിൽപ്പ് സാധ്യമല്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവർ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നതും അത് തന്നെയാണ്. ഇന്ത്യ പല മേഖലകളിൽ നിന്നും ശരിക്കുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ മറ്റു പല പിന്നെ കോണുകളിൽ കൂടെയും അല്ലെങ്കിൽ ദിശകളിൽ കൂടെയും ഇന്ത്യ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പാകിസ്ഥാനെ ഏതെല്ലാം രീതിയിൽ സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും ഡിപ്ലോമാറ്റിക്കായിട്ടും ആഗോളതലത്തിലും അല്ലെങ്കിൽ പിന്നെ പരസ്പര ഉഭയകക്ഷി തലത്തിലൊക്കെ തന്നെ നമുക്ക് സമ്മർദ്ദം ചെലുത്താവോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടം ഉണ്ടാക്കി വെക്കാൻ സാധിക്കുമോ, ആ രീതിയിലുള്ള പിന്നെ മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള എല്ലാ ഇമ്പോർട്ടും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടുള്ള ഇമ്പോർട്ട്സ് നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അട്ടാരി എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് നമ്മൾ അടച്ചപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന് മറ്റ് പല മാർഗങ്ങളുണ്ടായി. ഇപ്പോൾ ഉദാഹരണം UAE, സിംഗപ്പൂർ, ശ്രീലങ്ക ഇതുപോലുള്ള കോഡ്സുകളൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാന് ഇന്ത്യയായിട്ട് ഡയറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ലെന്നിരിക്കട്ടെ. അപ്പോൾ പാകിസ്ഥാൻ നേരെ UAE സാധനം കടത്തുക മനസ്സിൽ UAE നേരെ എക്സ്പോർട്ട് ചെയ്യുക. അവിടുന്ന് UAE ഇന്ത്യയും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടല്ലോ, ഫ്രീ ട്രേഡും ഉണ്ട്, സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. അപ്പോൾ അവിടുന്ന് ആ UAE ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, ട്രേഡ് റിലേഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രോഡക്ട്സ് അവിടെ ചെന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് മെയ്ഡ് ഇൻ UAE എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഇന്ത്യയിലൊക്കെ അവർക്ക് പിന്നെ വ്യാപാരം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ കൊളംബോയിൽ, സിംഗപ്പൂരിൽ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ഓൾട്ടർനേറ്റീവ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പുൽവാമയുടെ ആ ഒരു വെളിച്ചത്തിലൊക്കെ നമ്മൾ പല രീതിയിലുള്ള പിന്നെ ഉപരോധങ്ങളൊക്കെ പാകിസ്ഥാന് മുകളിൽ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി മെയ് 2, അതായത് ഇന്നലെ ഈ പറഞ്ഞ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇത് പുറപ്പെടുവിച്ചത്. അതായത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള എല്ലാ ഇമ്പോർട്ടും ബാൻ ചെയ്യാൻ പോവുകയാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്നുള്ള. അപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സാധനവും ഒരു രീതിയിലും ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കടക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ ഒരു പെട്ടെന്നുള്ളൊരു ഇമ്മീഡിയറ്റ് ബാൻ ഓൺ ഇമ്പോർട്ട് ഓർ ട്രാൻസിറ്റ് ഓഫ് ഓൾ ഗുഡ്സ്. പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച് മറ്റ് രാജ്യങ്ങളിൽ കൂടി കറങ്ങി ഇന്ത്യയിൽ വരുന്ന, ട്രാൻസിറ്റ് ചെയ്ത് വരുന്നതായാലും ശരി, ഡയറക്റ്റായിട്ടുള്ള ഇമ്പോർട്ടായാലും ശരി, എല്ലാത്തിനും ഒരു പിന്നെ ബാൻ ഇന്ത്യ ഏർപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ICP അട്ടാരി ലാസ്റ്റ് മന്ത്, അതായത് പഹൽഗാം ടെറർ ഉണ്ടായതിനു ശേഷം നമ്മൾ അടച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് നമ്മൾ അടച്ചു, അട്ടാരിയിലുള്ള ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് നമ്മൾ അടച്ചത്, അത് ഈ ക്രോസ് ബോർഡർ ട്രേഡാണ്. ക്രോസ് ബോർഡർ അതിർത്തി കടന്നുള്ള ഈ വ്യാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ടുള്ള. അപ്പോൾ ഏകദേശം 3856 കോടി രൂപയുടെ ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് ഉണ്ടായിരുന്നു.
പക്ഷേ പാകിസ്ഥാൻ മൂന്നാം രാജ്യങ്ങളെ ഉപയോഗിച്ച്, അതായത് തേർഡ് കൺട്രീസ്, അതായത് ഈ പറഞ്ഞ UAE, സിംഗപ്പൂർ, കൊളംബോ, ഈ രാജ്യങ്ങളെയൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ പോർട്ടുകളൊക്കെ ഉപയോഗിച്ച്, അവരുടെ പോർട്ടുകൾ ഉപയോഗിക്കുന്നതാണ് ആ രാജ്യത്തെയൊക്കെ ഉപയോഗിച്ച് അവർ ഇന്ത്യയിലേക്ക് അവർ ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലെ ഈ ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡാണ്, DGFT എന്ന് പറയും. അത് കൊമേഴ്സ് മിനിസ്ട്രിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ബോഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഫൈനാൻസ് മിനിസ്റ്ററിലുള്ള നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടോട് ബന്ധപ്പെട്ട ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. അപ്പം ഇന്ത്യയുടെ മൊത്തം ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പ്രാവർത്തികമാക്കുന്നതെല്ലാം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ DGFTയുടെ ഫർദറായിട്ടുള്ള അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നിലനിന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ട്രേഡ് റെഗുലേഷൻസ്, അതായത് നമ്മുടെ വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും അല്ലെങ്കിൽ റെഗുലേഷൻസിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന DGFT ആണ്. അപ്പം എന്തെങ്കിലും ഇതിനകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ അതിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഏത് തരത്തിലുള്ള എങ്ങനെ വരുന്നതായിരുന്നു, നേരത്തെ ക്രോസ് ബോർഡർ ട്രേഡാണ് നമ്മൾ ക്ലോസ് ചെയ്തത്, ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഇമ്പോർട്ടും ബാൻ ചെയ്തു. അപ്പം ഈ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ട്രേഡ് സാധ്യമായിരുന്നു, നമ്മൾ അറ്റാരി ബോർഡർ അടച്ചതിന് ശേഷം സാധ്യമായിരുന്നു. കാരണം പാകിസ്ഥാൻ ഈ പറഞ്ഞ UAE, സിംഗപ്പൂർ, കൊളംബോ ഇതുപോലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ, എന്നാൽ നേരത്തെ തന്നെ അത് നടക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ GTRI പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് $10 ബില്യൺ പിന്നെ $10 ബില്യൺ ഇന്ത്യൻ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ ഈ റൂട്ട് വഴി എത്തിച്ചേരുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ക്രോസ് ബോർഡർ ട്രേഡ് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ട്രേഡ് ഉണ്ടാകും. പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടും, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ അട്ടാരി ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അതിന് മറ്റു ട്രേഡ് റൂട്ട്സ് കച്ചവടം ചെയ്യുന്നത് നോക്കും. അപ്പോൾ ഇന്ത്യ UAE തമ്മിൽ ഫ്രീ ട്രേഡ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് UAE സാധനങ്ങൾ കൊണ്ടുപോയിട്ട് UAE പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നമില്ല. അപ്പോൾ UAE നിന്ന് പാകിസ്ഥാനിലേക്ക് നമ്മൾ പറഞ്ഞാൽ ഈ വ്യാപാരം ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടെത്തിക്കും. അതുപോലെ ശ്രീലങ്കയും തമ്മിൽ പ്രത്യേകിച്ച് ട്രേഡിൻ്റെ കാര്യത്തിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ശ്രീലങ്കയിലേക്ക് സാധനങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് അവിടുന്ന് പാകിസ്ഥാനിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ ഇന്ത്യ സിംഗപ്പൂർ ആ ട്രേഡ് റൂട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ സിംഗപ്പൂരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ് റൂട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഏകദേശം $10 ബില്യൺ ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാനി ഡേറ്റ്സ്, ഈ പറഞ്ഞ അത്താരി ബോർഡ് അടച്ചതിന് ശേഷം പാകിസ്ഥാൻ എന്നുള്ള ഈ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടല്ലോ, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഈന്തപ്പഴല്ലേ, അത് ഇന്ത്യൻ പോർട്സിൽ എത്തുന്നുണ്ടായിരുന്നു, അതായത് UAE വഴി. അപ്പോൾ UAE ആയിട്ട് നമ്മൾ ഫ്രീ ട്രേഡ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. ഇന്ത്യയും UAEയും തമ്മിൽ ഏകദേശം $100 ബില്യൺ കഴിഞ്ഞ സാമ്പത്തിക വർഷം $100 ബില്യൺ ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് പറയുകയാണ് അതുള്ളത്. അപ്പോൾ ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോയാബീന്, പോൾട്രി ഫീഡ് നമ്മളെ കോഴിത്തീറ്റ, പിന്നെ വെജിറ്റബിൾസ്, റെഡ് ചില്ലീസ്, പ്ലാസ്റ്റിക് ഗ്രാനുവൽസ്, പ്ലാസ്റ്റിക് യാണ്. പക്ഷേ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ജിപ്സം, സിമൻറ്റ്, ഗ്ലാസ്, റോക്ക് സോൾട്ട്, അതുപോലെ തന്നെ ഹെർബൽ, അതുപോലെ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇരു രാജ്യങ്ങളും പരസ്പരം ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു വിഷയമല്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇങ്ങോട്ട് സാധനങ്ങളൊന്നും വന്നില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമല്ല. കാരണം നമ്മൾ ഈ പാകിസ്ഥാനിൽ നിന്ന് ട്രേഡ് ഉണ്ട്, പക്ഷേ പാകിസ്ഥാൻ നമ്മൾ അമിതമായി ആശ്രയിക്കാറില്ല. നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും പാകിസ്ഥാനിൽ ആശ്രയിക്കാറില്ല.
ഇപ്പോൾ ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്ന പോലെ പാകിസ്ഥാൻ നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇക്കണോമിക്കായിട്ടുള്ള ഇമ്പാക്റ്റ്, സമ്പദ് മേഖലയിലുള്ള ഇതിൻ്റെ ഒരു സ്വാധീനം വളരെ കുറവായിരിക്കും, ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ പാകിസ്ഥാനാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ എക്കോണമിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഇന്ത്യ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടും ഇന്ത്യക്ക് കൂടുതൽ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത്, മറിച്ച് അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ 2019 പുൽവാമ അറ്റാക്കിന് ശേഷം ഈ ട്രേഡ്, അന്ന് ഇന്ത്യ കുറെ കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അന്ന് ഏകദേശം 2018-19 4370.78 കോടി രൂപയുടെ ട്രേഡ് ഉണ്ടായിരുന്നത് 2022-23 ആയപ്പോഴത്തേക്ക് 2257.55 കോടി ആയി കുറഞ്ഞിട്ടുണ്ട്. 2023-24 അത് 3856 കോടി രൂപയായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രേഡ് ആ വർഷമാണ് നടന്നത്. കാർഗോ മൂവ്മെന്റും 49,102 കൺസൈൻമെന്റ് 2018-19 കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് 2022-23 ആയപ്പോഴത്തേക്ക് 3827. ഏകദേശം ട്രേഡ്, ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് വളരെ കുറഞ്ഞു പുൽവാമ അറ്റാക്കിന് ശേഷം. കാരണം ഇന്ത്യ ചില കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്തതിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വെളിച്ചത്തിലാണ്. ഡോളർ ടൈംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ 5 വർഷം കൊണ്ട് $2 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. വേൾഡ് ബാങ്ക് പറഞ്ഞത്, വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ $37 ബില്യൺ ട്രേഡ് സാധ്യമാണ് എന്ന് പറഞ്ഞിടത്ത് ഈ കഴിഞ്ഞ 5 വർഷം ഏകദേശം $2 ബില്യൺ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. $2 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ട്രേഡ് വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ഇന്ത്യയുടെ മൊത്തവും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിന്റെ അളവെന്ന് പറഞ്ഞാൽ $430 ബില്യൺ ആണ്. പാകിസ്ഥാൻ ഏകദേശം $100 ബില്യൺ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് ശ്രമിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ, പാകിസ്ഥാനെ ഈ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറയുന്നത് ആ ഒരു ഇതിനകത്തിൽ ഉൾപ്പെടുത്തുക. അത് ഈ മണി ലോണ്ടറിങ്ങും അതുപോലെ ടെറർ ഫൈനാൻസിങ് രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ചിട്ട് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് മേൽ ലോക രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കുറേ നാളായിട്ട് പാകിസ്ഥാനൊക്കെ ആ ലിസ്റ്റിനകത്തിൽ പല സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉപരോധിക്കാനോ ഇതിന് സാധിച്ചിട്ടില്ല. പാകിസ്ഥാന് ചില പലതരത്തിലുള്ള ഇളവുകളൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു പ്രോക്സിയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയ്ക്കും വളരെ വൻതോതിലുള്ള ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം ഇതിനകത്തിൽ ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നത് നമ്മളോടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേൾഡ് ബാങ്ക്, IMF, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇവിടുന്നൊക്കെ പാകിസ്ഥാന് ലോൺ കിട്ടുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം കിട്ടുന്നതിന് എതിരെ ഇന്ത്യ ശക്തമായിട്ട് ഉള്ള നിലപാടുകൾ എടുക്കാൻ ഉള്ള ശ്രമം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന് ഇനിയും ലോൺ കൊടുക്കുന്നത് തടയാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇനി പാകിസ്ഥാന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസോ ലോണുകളോ ഒന്നും കിട്ടരുത് എന്നുള്ളൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അങ്ങനെയുള്ള ശ്രമങ്ങൾ തുടരാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ തീവ്രവാദ ആക്രമണത്തിന് ശേഷം നമ്മൾ ചില ഡിപ്ലോമാറ്റിക് തലത്തിലും അല്ലെങ്കിൽ മറ്റു തലത്തിലും ഒക്കെ തന്നെ നമ്മൾ ശക്തമായിട്ടുള്ള നിലപാടുകൾ പാകിസ്ഥാനെ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ഷിംല കരാർ അവർ റദ്ദ് ചെയ്തു. അപ്പോൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും അവർക്ക് ഇതുവരെ നമ്മൾ ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്രണ്ടേഷൻ, ഒരു ഫുൾ ഫ്ലഡ്ജ് വാറായിട്ട് അല്ലെങ്കിൽ ഇവനൊരു ലിമിറ്റഡ് വാർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും എന്ന് പല തരത്തിലും പല കോണുകളിൽ നിന്നും പാകിസ്ഥാന്റെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട്. അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷെ പാകിസ്ഥാന് തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയുണ്ട്, അവർ വളരെ പ്രിപ്പയർഡ് ആണ്. പക്ഷെ പാകിസ്ഥാൻ നമ്മൾ സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കൂടുതലായിട്ട് അവർ പ്രിപ്പയർ ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും പഹൽഗാം അറ്റാക്ക് തുടങ്ങുന്ന സമയം മുതൽ തന്നെ അവർ പ്രിപ്പയർഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള അറ്റാക്ക് ഏത് രീതിയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെതിരെ അവർ വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ആ ദിവസം മുതൽ തന്നെ അവരുടെ ആർമി സുസജ്ജമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും
ഇതുവരെ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ളൊരു മിലിറ്ററി അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മിലിറ്ററിയുടെ തലത്തിൽ നിന്നുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് പബ്ലിക്കിനില്ല, മീഡിയാസിനില്ല. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ആരും തന്നെ ഇതുവരെ അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഇതുവരെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മറ്റു മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യ ആവുന്ന തരത്തിലെല്ലാം ഈ പറഞ്ഞ പാകിസ്ഥാന് ഏതെല്ലാം രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുമോ, സാമ്പത്തികമായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ ആഗോളതലത്തിൽ UN ഉൾപ്പെടെയുള്ള തലത്തിലെല്ലാം തന്നെ നമ്മൾ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ പാകിസ്ഥാനെ നമുക്ക് അകത്തുനിന്ന് തന്നെ ഭിന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ് കുറച്ച് ഒരു യുദ്ധം ചെയ്യാതെ തന്നെ നമുക്ക് പാകിസ്ഥാനെ നമുക്ക് നിശ്ചലമാക്കാനോ അല്ലെങ്കിൽ ശിഥിലീകരിക്കാനും സാധിക്കും എന്നുള്ളൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഇതുപോലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒട്ടും തന്നെ അവരുടെ പല്ലുകളെല്ലാം കൊഴിഞ്ഞതിന് ശേഷം ഒട്ടും തന്നെ അവർക്ക് പ്രതിരോധിക്കാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനേക്കാളും കടുത്ത ശക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നയത്തിലേക്ക് പോകും എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ അവലോകനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള എല്ലാ ഇറക്കുമതികളും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ട്രാൻസിറ്റ് ഹബിൽ കൂടെ വരുന്ന ഏത് തരത്തിലുള്ള പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തരത്തിലുള്ള ഉൽപ്പന്നവും ഇന്ത്യൻ മണ്ണിൽ എത്തിച്ചേരരുത് എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അത് പാകിസ്ഥാനെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള തിരിച്ചടികൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ നിന്ന് തന്നെ അത് ഇംപ്ലോഡ് ചെയ്ത് പാകിസ്ഥാനെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ എടുക്കുകയാണ്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തുകൾ. കാരണം നമ്മളൊരു ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന കോസ്റ്റും വളരെ കൂടുതലായിരിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അൾട്ടിമേറ്റ് വിക്ടറി ഇന്ത്യക്കായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളും, കാരണം ഇന്ത്യ തീർച്ചയായിട്ടും വളർച്ചയുടെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒത്തിരി നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിദൂരം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തിന് ഇപ്പോൾ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുക എന്നുള്ളത് നമ്മളുടെ താല്പര്യത്തിന് വിരുദ്ധമാണത്. അത് ചൈന ആഗ്രഹിക്കുന്നതായിരിക്കും. ചൈനയെ കൊണ്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ആ ഒരു താല്പര്യത്തിലേക്കായിരിക്കും അവർ. കാരണം ഇന്ത്യ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ ഒരു ആക്രമണം അവർ അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അതിലവർ തെറ്റി. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ മെച്ചുറായിട്ടുള്ളൊരു തീരുമാനമോ അല്ലെങ്കിൽ നിലപാടാണ് ഇതുവരെ കൈക്കൊണ്ടത്. കാരണം അതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് ഇന്ത്യക്ക് അറിയാം, അല്ലെങ്കിൽ അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു. വളരെ മെച്ചുറായിട്ടുള്ള, വളരെ വെയിറ്റ് ആൻഡ് സീ എന്നാൽ ഇഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എല്ലാം എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഗുഡ് നൈറ്റ് ഫോർ ഓൾ.